ഒരു എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോൾ പലതരം പേഷ്യൻസ് വരാവുന്ന ഒരു ഡിപ്പാർട്ട്മെന്റാണ്. പ്രത്യേകിച്ചും സ്വാഭാവിക മരണങ്ങൾ ആയിട്ട് കേസസ് ഒരുപാടുണ്ടാവും. അപ്പം അതിൽ തന്നെ ഈ നിയമപരമായിട്ട് നേരിടേണ്ട കാര്യങ്ങളുണ്ടാവും. അപ്പം അത് എങ്ങനെയായിരിക്കും ഡോക്ടേഴ്സ് അതിനെ ഡീൽ ചെയ്യുന്നുണ്ടാവുക? അതിന് മെഡിക്കോ ലീഗൽ കേസസ് എന്ന് പറയും, MLC എന്ന് പറയും. അതും മരണം തന്നെ ആവണമെന്നില്ല. അപ്പോൾ ഒരാൾക്ക് ഒരു അപകടത്തിൽ പരിക്കേറ്റു, റോഡ് ട്രാഫിക് ആക്സിഡൻറ്റ്സ് അതിൽ പരിക്കേറ്റതാണ്, അവർക്ക് അതിനകത്ത് ഒരു പോലീസ് കേസാവാൻ സാധ്യതയുള്ളൊരു കേസ്. ഇനി ചിലപ്പോൾ വർക്ക് സൈറ്റ് ഇഞ്ചുറീസ് നമുക്ക് ചിലപ്പോൾ അങ്ങനെ ചെയ്യേണ്ടി വരും. ഒരു കത്തിക്കുത്തുണ്ടായാൽ അങ്ങനെ ഉണ്ടാകുന്ന അപകടങ്ങൾ. മരണം മാത്രമല്ല, പീഡനമാണ്. നമ്മൾ സസ്പെക്റ്റ് ചെയ്യാണ് ഈ കുട്ടിയുടെ പരിക്ക് അവർ കൊണ്ടുവന്ന ആൾക്കാർ പറയുന്ന രീതിയിലല്ല, ഹിസ്റ്ററിയും ഇതും നമ്മൾ ചേരുന്നില്ല, നമുക്ക് എന്തെങ്കിലും സംശയമുണ്ട്, അങ്ങനത്തെ കേസുകൾ നമ്മൾ ഇത് ഇടാറുണ്ട്. മാതൃമരണം, അതേപോലെ അങ്ങനത്തെ കാരണം ഗർഭിണിയായിരിക്കുന്ന സ്ത്രീ ഏത് ഘട്ടത്തിലായാലും മരിച്ചാൽ അത് നമ്മൾ ഒരു മെഡിക്കോ ലീഗൽ കേസായിട്ട് എടുക്കണം. നമുക്ക് കോസ് ഓഫ് ഡെത്ത്, മരണ കാരണം നമുക്ക് സ്ഥിരീകരിക്കാൻ പറ്റാത്ത കേസുകളും നമ്മൾ പോലീസ് അത് ചിലപ്പോൾ അതിനകത്ത് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ല. അവർ ചിലപ്പോൾ വീട്ടിൽ കിടന്നുറങ്ങുന്ന ആൾ ചിലപ്പോൾ ഹൃദയസ്തംഭനം മൂലം മരിച്ചതായിരിക്കും. നമുക്കതിനെ സംബന്ധിച്ച് എവിഡൻസ് ഒന്നുമില്ല എങ്ങനെയാണ് മരിച്ചത്. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളും ചിലപ്പോൾ നമുക്ക് പോലീസ് ഇൻറ്റിമേഷൻ അയക്കേണ്ടി വരും. കാരണം നമുക്കത് അന്വേഷിച്ച് സ്വാഭാവിക മരണമാണോ അസ്വാഭാവികമാണോ എന്ന് അറിയാനുള്ള ഒരു വഴി നമുക്കില്ല. അപ്പം അതിന് ഏറ്റവും നല്ല ഉദാഹരണം ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള എനിക്ക് പേര് ജെസ്സിയോ ഒരു കുറേ ആൾക്കാർക്ക് വിഷം കൊടുത്ത് ഒരു സീരീസ് ഓഫ് ജോളി കേസ്. അത് ആ എല്ലാ കേസുകളും ഹോസ്പിറ്റലിൽ എത്തിയിട്ടുള്ള കേസാണ്. അപ്പം അന്ന് ആർക്കും സംശയം ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകൾ, നമുക്ക് മരണകാരണം സ്ഥിരീകരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ, ഇങ്ങനത്തെ കേസുകളൊക്കെയാണ് നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഇൻറ്റിമേഷൻ അയക്കാവുന്നതാണ്. അത് എന്തിനാണെന്ന് വെച്ചാൽ ഇതിലെന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ല എന്നുള്ള അറിയാനുള്ള മാർഗം നമുക്കില്ല. ഇനി ഞങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിലുള്ള കുഴപ്പം, നമ്മൾ ഇന്ത്യൻ ജസ്റ്റിസ് സിസ്റ്റത്തിനെ സഹായിക്കാതെ നിൽക്കലാണ്. ഇപ്പോൾ ജസ്റ്റിസ് ഡെലിവറി ചെയ്യണമെങ്കിൽ ഇങ്ങനൊരു കാര്യം ഞാൻ അറിഞ്ഞിട്ടുണ്ട്, ഞാൻ പോലീസിനെ അറിയിക്കണം. ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ കോഴിക്കോട് ഉണ്ടായിരുന്ന ഒരു അതിഥി നമ്പൂതിരി കേസ്, ഞാനാണ് കുട്ടിയെ കണ്ടത്. ആ കുട്ടിയെ കൊണ്ടുവരുമ്പോഴൊക്കെ കുട്ടിയുടെ ശരീരഭാഗത്ത് പല തരത്തിലുള്ള പരിക്കുകൾ ഉണ്ടായിട്ടുണ്ട്. അവർ ചികിത്സ നിഷേധിച്ചുകൊണ്ട് കുട്ടിയെ എടുത്ത് വേറെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. നമുക്കത് ഉടനെ തന്നെ പോലീസിൽ അറിയിച്ചുകൊണ്ടാണ് ആ കേസ് തെളിയിക്കാൻ പറ്റിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യം ഡോക്ടർക്ക് സംശയകരമായ സാഹചര്യം ഉണ്ടാവുക, അസ്വാഭാവികമായ കാര്യങ്ങളാണ് തോന്നുക, മെഡിക്കൽ ലീഗലായിട്ട് പിന്നീട് പ്രശ്നം ഉണ്ടാകുന്നത്. ഉദാഹരണം അപകടങ്ങൾ, ഈ സംഘർഷങ്ങൾ, അതിലേൽക്കുന്ന പരിക്കുകൾ, ഇതെല്ലാം തന്നെ പോലീസ് ഇൻറ്റിമേഷൻ അയക്കാറുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് ഒരു സ്ട്രോക്കൊക്കെ വന്നിട്ടൊരു പേഷ്യൻറ്റിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും. മിക്കവാറും കേട്ടിട്ടുള്ള ആൾക്കാർ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, വന്നോണം വന്ന് എന്നോട് MRI ചെയ്യാനാണ് പറഞ്ഞത് അച്ഛന് വേണ്ടിയിട്ട്, അതെന്തിനാ അങ്ങനെ ചെയ്യാൻ പറഞ്ഞത്. അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാട് അങ്ങനെ കേൾക്കലുണ്ട്. വന്നോണം വന്ന് എന്തിനാണ് ടെസ്റ്റ് ചെയ്യാൻ പറയുന്നത് എന്നുള്ളത്. എങ്ങനെയാണ് ഒരു പ്രോട്ടോക്കോൾ, ഒരു സ്ട്രോക്കായിട്ടൊരു പേഷ്യൻ്റ് വന്നാൽ എന്താണ് ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം എന്താണ്? ഇത് ഞാൻ നേരത്തെ പറഞ്ഞത് സമയബന്ധിതമായ ചികിത്സ ആവശ്യമുള്ള അസുഖങ്ങൾ. നമ്മുടെ തലച്ചോറിൻ്റെയും ഹൃദയത്തിൻ്റെയും പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ കോശങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരാൻ പോകുന്നില്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മരിക്കുന്നത്. നമ്മളെ കൈ മുറിഞ്ഞാൽ നമുക്കത് വീണ്ടും കൂടിച്ചേരും. ലിവറിൻ്റെ ഒരു ഭാഗം പോയാൽ തിരിച്ചു കിട്ടും. കിഡ്നി തകരാറായ പോലെ ചികിത്സ ചിലപ്പോൾ തിരിച്ചു വരും. ബ്രെയിനിലെയും ഹാർട്ടിലെയും സെൽസ്, അതായത് ഹൃദയത്തിലും തലച്ചോറിലെയും കോശങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ തിരിച്ചു കിട്ടില്ല. അതിന് ഒരു റീജനറേഷൻ കപ്പാസിറ്റി ഇല്ല. അതുകൊണ്ട് മാത്രമാണ് നമ്മൾ മരിക്കുന്നത്. അല്ല ആകെ തിരിച്ചു കിട്ടുമായിരുന്നു നമ്മളാരും മരിക്കാൻ പോകുന്നില്ല. അപ്പോൾ ഇതുകൊണ്ട് തന്നെ നമ്മൾ ചികിത്സ വൈകും തോറും തലച്ചോറിലെ കോശങ്ങൾ നശിക്കുന്നത് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ സ്ട്രോക്കിന് നമ്മൾ പ്രത്യേകിച്ച് സ്ട്രോക്ക് പ്രോട്ടോക്കോൾ എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിലൊരു പ്രധാന ഘടകമാണ് ഡോർ ടു നീഡിൽ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ ആശുപത്രിയുടെ വാതിക്കലെത്തിയാൽ ആ സ്ട്രോക്കിൻ്റെ ചികിത്സക്കുള്ള മരുന്ന് കൊടുക്കുന്നതിന് കൃത്യമായ സമയക്ലിപ്തതയുണ്ട്. ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് അത് 60 മിനിറ്റുള്ളിൽ ആ മരുന്ന് കൊടുത്തിരിക്കണം. നമ്മുടെ കണ്ണൂർ ആസ്റ്ററിൻ്റെ പ്രോട്ടോക്കോൾ അനുസരിച്ച് 45 മിനിറ്റായിട്ട് അത് വീണ്ടും കുറച്ചിട്ടുണ്ട്. ഞങ്ങളത് 37 മിനിറ്റ് അച്ചീവ് ചെയ്തും കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഈ സ്ട്രോക്ക് ആണെന്ന് സംശയിച്ച് കഴിഞ്ഞാൽ അത് ബ്ലീഡിങ് കൊണ്ടുണ്ടാകുന്ന സ്ട്രോക്കാണോ അത് രക്തം കട്ട പിടിച്ചത് കൊണ്ടാകുന്ന സ്ട്രോക്കാണെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്കിത് ചികിത്സ കിട്ടൂ. ബ്ലീഡിങ് ആണെങ്കിൽ നമുക്ക് ഈ മരുന്ന് കൊടുക്കാൻ പറ്റില്ല. ബ്ലീഡിങ് അല്ല, രക്തം കട്ട പിടിച്ചതാണെങ്കിൽ ഈ മരുന്ന് നിർബന്ധമായിട്ട് കൊടുത്തിരിക്കണം, വളരെ സമയബന്ധിതമായിട്ട്. അതിൻ്റെ ടൈം പീരീഡ് പറയുന്നത് 3 മണിക്കൂറാണ്. ലക്ഷണങ്ങൾ തുടങ്ങി 3 മണിക്കൂറാണ്. പരമാവധി സമയം 4.5 മണിക്കൂറാണ്. ഇപ്പോൾ ഈ ലക്ഷണങ്ങൾ തുടങ്ങിയാൽ തന്നെ രോഗി ആശുപത്രിയിൽ എത്തിക്കുന്ന 2 മണിക്കൂറെങ്കിലും കഴിഞ്ഞിരിക്കും. അത് പല കാരണങ്ങളായിരിക്കും എന്ന് സംശയിച്ചു നോക്കി, പ്രഷർ നോക്കി, അല്ലെങ്കിൽ 2-3 ഡോക്ടേഴ്സിനെ, അതെ, സമയം കളഞ്ഞിട്ട് നമുക്ക് കിട്ടുന്ന സമയം ചിലപ്പോൾ ഒരു 1/2 മണിക്കൂറോ 1 മണിക്കൂറോ ആയിരിക്കും.
അപ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് അറിയേണ്ടത് ഇത് ബ്ലീഡിംഗ് ആണോ അല്ലേ എന്നുള്ളത്. ചില ഹോസ്പിറ്റലിൽ ഇപ്പോൾ MRI ഇല്ലെങ്കിൽ CT എടുക്കാറുണ്ട്. CT എടുക്കുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് ബ്ലീഡിംഗ് അല്ല എന്ന് മാത്രമേ പറയാൻ പറ്റൂ. MRI എടുക്കുമ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ആ സ്ട്രോക്കിൻ്റെ കൃത്യമായിട്ട് തെളിവ് നമുക്ക് ലഭിക്കും. അപ്പോൾ ഈ മരുന്ന് ഇത്രയും സമയത്തിൻ്റെ ഉള്ളിൽ കൊടുക്കണമെങ്കിൽ നമുക്ക് രോഗി എത്തി വരണം, അവരോട് ഈ കാര്യങ്ങൾ പറയണം, ഇമേജിങ് നടത്തണം, നടത്തി രോഗിയുടെ ബന്ധുക്കളെ ബോധ്യപ്പെടുത്തണം, ചികിത്സയുടെ ചെലവ് ബോധ്യപ്പെടുത്തണം, അവർ 100 ആളോട് സംശയം ചോദിച്ചത് തീർക്കണം, ഇത് ചെയ്യണോ വേണ്ടേ. ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് ചികിത്സിക്കാനുള്ള സമയം നഷ്ടപ്പെടും. അതുകൊണ്ടാണ് നമ്മൾ ഇമേജിങ് വളരെ വേഗം ചെയ്യണം. സ്ട്രോക്ക് സംശയിച്ച് കഴിഞ്ഞാൽ നിമിഷങ്ങൾക്ക് നമ്മുടെ പ്രോട്ടോക്കോൾ അനുസരിച്ച് രോഗി ആശുപത്രിയിൽ എത്തി 15 മിനിറ്റ് കൊണ്ട് അവരെ MRI തുടങ്ങണം. 25 മിനിറ്റുള്ള തീർത്തിരിക്കണം. 30 മിനിറ്റ് കൊണ്ട് നമുക്ക് മരുന്ന് കൊടുക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കണം എന്നത് രോഗിയുടെ ഗുണത്തിന് വേണ്ടിയാണ്, ആശുപത്രിയുടെ സമ്പാദ്യത്തിന് വേണ്ടിയാണ്. ഇപ്പോൾ ഒരു അപകടം ഉണ്ടായി, എന്ത് തരം അപകടം ആയിക്കോട്ടെ, അതിന് നമുക്ക് ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നതിനൊരു രീതിയുണ്ടോ? ഒരു ഇപ്പോൾ ആംബുലൻസ് എന്നുള്ളൊരു വാഹനത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് ഒരു അപകടം പറ്റിയതിന് ശേഷം? ഈ ആംബുലൻസ് എന്നുള്ളതിന് പകരം ദർ ഇസ് സംതിങ് കോൾഡ് പ്രീ ഹോസ്പിറ്റൽ കെയർ. ആശുപത്രിയിൽ എത്തുന്നതിന് മുന്നേ കൊടുക്കേണ്ട ചില പ്രാഥമിക കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് അപകടത്തിൽപ്പെട്ട ആൾക്കാരെ നമ്മൾ കൈകാര്യം ചെയ്തെടുക്കണം, നാട്ടുകാർ കൈകാര്യം ചെയ്തെടുക്കുകയാണെങ്കിൽ സാധാരണഗതിയിൽ നമ്മുടെ നാട്ടിൽ കാണുന്ന ഏറ്റവും സുലഭമായ വാഹനം ഓട്ടോറിക്ഷ ആയിരിക്കും. അതിനെ തടഞ്ഞു നിർത്താൻ എളുപ്പമാണ്. ചാടി മുന്നേ കയറിയാൽ നിന്നോളും. അതിനകത്തുള്ള യാത്രക്കാർ വലിച്ചിട്ട് ചുരുട്ടിക്കുട്ടി ഇയാൾ അതിനകത്ത് എടുത്തിട്ട് എത്രയും വേണ്ട നമ്മൾ അത് നല്ല ഉദ്ദേശത്തോടു കൂടി ആയിരിക്കും ചെയ്യുന്നത്, എത്രയും വേഗം ഈ രോഗിനെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ള ഉദ്ദേശം. പക്ഷേ അതിലുണ്ടാവാൻ പോകുന്ന കാര്യം നമ്മളെ അശ്രദ്ധ കാരണം, അല്ലെങ്കിൽ നമ്മൾ അതിനെപ്പറ്റി അറിയാത്തതുകൊണ്ട് ഈ ആളുടെ സ്പൈനൽ കോർഡിന് കൂടുതൽ പരിക്കേൽപ്പിക്കാൻ ഈ ഇങ്ങനെയുള്ള ട്രാൻസ്പോർട്ട് സാധാരണഗതിയിൽ സംഭവിക്കാറുണ്ട്. ഇത് അപകടങ്ങളിൽ മാത്രമല്ല, ഇപ്പോൾ വിദേശങ്ങളിലൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു അപകടത്തിൽപ്പെട്ട ആളെ എടുത്തുകൊണ്ടുപോകാനുള്ള അവകാശം പോലും നമുക്കില്ല. അവർ ഒരു സെൻട്രലൈസ്ഡ് ആംബുലൻസ് സിസ്റ്റം ഉണ്ട്, അവിടെ വിളിച്ചു വന്ന് വളരെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, നമ്മൾ EMTs എന്നൊക്കെ പറയും, എമർജൻസി മെഡിക്കൽ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ EMS നേഴ്സസ്, അവർ ഒരുപാട് ട്രെയിനിങ് കിട്ടിയ ആൾക്കാരായിരിക്കും. അവർ വന്ന് പ്രാഥമികമായിട്ട് കൊടുക്കേണ്ട മരുന്നുകളും അതിൻ്റെ ഉള്ള ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷമാണ് രോഗിയെ ആശുപത്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതേത് തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്ക് ആയിരിക്കണം എന്നില്ല. ഇപ്പോൾ തലച്ചോറിന് അപകടം ഉണ്ടെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ ന്യൂറോ സർജൻ ഉള്ള ആശുപത്രിയിലേക്ക് അവർ ഇൻഫർമേഷൻ കൊടുക്കുകയും ന്യൂറോ സർജൻ അവിടെ റെഡിയാക്കി നിർത്തുകയും അതിനുള്ള സജ്ജീകരണം ചെയ്തതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഡെഡിക്കേറ്റഡ് ഹോസ്പിറ്റൽസിലേക്കാണ് കൊണ്ടുപോകുക. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ഒരുപാട് കാലം എടുക്കും. കാരണം നമ്മളെ പോപ്പുലേഷൻ അത്രയും അധികമാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് നമുക്ക് ചെയ്യാവുന്നത്, നമുക്ക് നാട്ടിലുള്ള ആൾക്കാരെ, ഇങ്ങനത്തെ ആൾക്കാരെ അത്യാവശ്യം ട്രെയിൻ ചെയ്യും. ഞാനെപ്പോഴും പറയാറുള്ള സാധനം, നമ്മൾ നാട്ടിലെ ഒരു റോഡിലൊരു അപകടം ഉണ്ടായാലും ഏറ്റവും ആദ്യം ഓടി വരാൻ സാധ്യതയുള്ളത് ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. അത് അവരാണ് എല്ലാ സ്ഥലത്തും ഉണ്ടാവുക. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ ഇതിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റിയിട്ട് നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ പറ്റി കൂടുതൽ ട്രെയിനിങ് കൊടുക്കാനൊക്കെ പറ്റുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ആ ഒരു സംവിധാനത്തിലേക്ക് നമുക്ക് പോകാം. അങ്ങനെ ചെയ്യാറുമുണ്ട്. പലപ്പോഴും നമ്മൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ അറ്റുപോയ ഭാഗം കൈകാര്യം ചെയ്യുന്നതൊക്കെ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള ആൾക്കാർ അതേപോലെ തന്നെ അത് ചെയ്തിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമുക്ക് വളരെ സന്തോഷം ഉണ്ടാവാറുണ്ട്. അതേപോലെ CPR ചെയ്തുകൊണ്ട് ആശുപത്രിക്ക് കൊണ്ടുവന്ന ഒരുപാട് ആൾക്കാരുണ്ട്. സ്പൈനൽ കോഡ് പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് ഈ പലകയുടെ മുകളിൽ ആളെ കിടത്തിയിട്ട് ഇവിടെ കൊണ്ടുവന്ന ഇതുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ എത്രയും പബ്ലിക്കിനെ, ഇപ്പം നമുക്ക് ഒരു ആംബുലൻസ് സിസ്റ്റം നിലവിലില്ലാത്തടത്തോളം കാലം പബ്ലിക്കിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളതും അവർക്ക് ഇതിനെപ്പറ്റി കൂടുതൽ ഗ്രാഹ്യം ഉണ്ടാക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാവുന്ന സാധനം. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ക്ലാസ്സുകൾ അങ്ങനെ എടുക്കുന്നുണ്ട്. നാട്ടിൽ പോയിട്ട് ക്ലബ്ബുകളുണ്ട്, സ്കൂളുകളിൽ, റെസിഡൻഷ്യൽ അസോസിയേഷൻസ്, പോലീസ്, ഫയർ ആൻഡ് സെക്യൂരിറ്റി, അങ്ങനെ എല്ലാ ആൾക്കാരുടെ ഇടയിൽ നമ്മൾ ഈ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈവൻ കണ്ണൂർ എയർപോർട്ടിലെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ട്രെയിനിങ്ങിൽ നമ്മൾ പ്രധാനപ്പെട്ട പങ്കുവഹിച്ചു. ട്രെയിനിങ് ആണ് ഇതിന് ഉള്ളൊരു പരിഹാരമുള്ളത്. എങ്ങനെ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളത്.